Good morning, all. Good morning. Good morning. Good morning. Okay, good morning. ഇപ്പൊ എല്ലാവരും 6ാം ക്ലാസ്സിലേക്ക് റെഡിയായി അല്ലേ? ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ചിലര് ഓൺലൈനിൽ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിവേ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരായിരിക്കും അല്ലെ? എറണാകുളം ഡിസ്ട്രിക്റ്റ് ഉള്ളവരുണ്ടോ? ഉണ്ട്. ഓക്കെ, എറണാകുളം ഏത് സൈഡ്? എടവനക്കാടാണ്, വൈപ്പിൻ. ഓക്കെ, കോട്ടയംകാരുണ്ട്. എല്ലാവരും വ്യത്യസ്ത ജില്ലയിൽ നിന്നുള്ളവരൊക്കെയാണ്. ഇപ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിങ്ങനെ സ്ലോയില് പാലക്കാട് നിന്നുള്ളവരുണ്ട്. ചിലരെന്താണ് സ്ലോ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ലാംഗ്വേജ് ചിലപ്പോ ആണെങ്കിൽ സ്പീഡിൽ ഉണ്ടാവാം. എന്റെ ലാംഗ്വേജ് ചിലപ്പോൾ സ്പീഡായിരിക്കാം. ചിലര് കുഴപ്പമില്ലാതെ അക്സെപ്റ്റ് ചെയ്യും, ചിലർക്ക് ചിലപ്പോ സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവാം. എനിവേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും സ്പീഡ് കൂടുകയോ കണ്ണൂർ, കാസർഗോഡ് എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് എന്തെങ്കിലും അല്ലെ അങ്ങനെ വേരിയേഷൻ ഒക്കെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാം, അതിനെ ഇൻഫോം ചെയ്യാം. തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുള്ളൂ. കാരണം ഇപ്പൊ എല്ലാവരും തോന്നുമ്പോ അൺമ്യൂട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ആവും ക്ലാസ്സിന്. അതുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് എല്ലാം ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആ ടൈമിന് മുമ്പ് തന്നെ അൺമ്യൂട്ട് ആക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. മെസ്സേജുകൾ ഇതേമാതിരി ഇപ്പൊ ഗുഡ് മോർണിംഗ് ഒക്കെ നിങ്ങൾ അയച്ച മാതിരി അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഒക്കെ ഇത് ചെയ്ത മാതിരി ഡൗട്ടുകളൊക്കെ ചോദിച്ചു പോകാം. ഓക്കെ, എന്റെ പേര് സോളി. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ഇത് എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്നിച്ചായിരിക്കില്ലല്ലോ. നിന്റെ എക്സാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഒക്കെ നടത്തും. പിന്നെ ഞങ്ങളുടെ ക്ലാസ് കഴിയും. പ്രായപരിധി ഉണ്ടോന്നാണ് ചോദിച്ചത്. അതുണ്ട്, നമ്മളിപ്പോ എന്തായാലും ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. ഓരോ ക്ലാസ് അവസാനിക്കുമ്പോഴും മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇതെന്താന്നുള്ള ആ ഒരു ക്ലാസ്സിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും ആ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. മോക്ക് ടെസ്റ്റ് വരുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? അതെ, നിങ്ങളുടെ ഇതിൽ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. ദെൻ അതിനുശേഷം നമുക്ക് എന്താ പറയാ കുറച്ച് എടുത്ത് കഴിയുമ്പോൾ ഒരു 3 ചാപ്റ്റേഴ്സിന്റെ, അതായത് സെക്കൻഡ് ചാപ്റ്റർ ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. അത് ഫുൾ ആക്കാൻ പറ്റിയെന്ന് വരില്ല, എങ്കിലും 1-2 ചാപ്റ്റർ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എക്സാം വയ്ക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ബേസിക്കലി എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ആയതുകൊണ്ട് തന്നെ 1 വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ഡെഫിനിഷനൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യകതയൊന്നും വരില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എല്ലാം മനസ്സിലാക്കി പോവുക. അല്ല, ഇന്നലത്തെ ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്നലത്തെ മറ്റേ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റ് നോക്കിയായിരുന്നു, പക്ഷെ അത് ഒന്നും ഇതിൽ കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ളത് സാർ ഇൻട്രോ പറഞ്ഞതല്ലേ, ക്ലാസ് ഇന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മള് ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അത് ഇൻട്രോ ക്ലാസ് നിങ്ങൾക്ക് തന്നതാണ്. ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എന്തായാലും മോക്ക് ടെസ്റ്റ് തരും. വ്യത്യസ്ത ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ ആ ടീച്ചേഴ്സിന്റെ അതാത് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ശരി. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പോവുക. കാരണം ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും പ്രസന്റ് ചെയ്യണം അല്ലെ, നമ്മൾ അവർ ചോദിക്കുന്നതനുസരിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി എന്താന്നുള്ള ഒരു ഐഡിയാസ് നിങ്ങൾ ക്യാച്ച് ചെയ്യാം. എക്സാമിനേഷന് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം 3-4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും? മോർണിംഗ് മാം, സുമ്ന ആണ് സംസാരിക്കുന്നത്.
മാം ചാപ്റ്റർ വൈസ് ആണോ ഡെയിലി ബേസിസിലാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്? ചാപ്റ്റർ ബേസ് അല്ല, നമ്മളെ ഡെയിലി ബേസിൽ. ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് ചെയ്യുമ്പോൾ എന്റെ ക്ലാസ് ഡേ ആയിരിക്കും. എൻഡ് ഓഫ് ദ ഡേ ആണോ അതോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണോ വരിക? നെക്സ്റ്റ് ഡേ ആയിരിക്കും വരിക. ഇന്നത്തെ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ്. ടൈം ലിമിറ്റ് ഉണ്ടോ അതിന്? അതിന് അത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്കത് 1-2 ദിവസം കൊണ്ട് അത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഒരു 1 വീക്കിനുള്ളിൽ എന്തായിരിക്കും അതിന്റെ ആ ഒരു നേച്ചർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും ടെക്നിക്കൽ ബോർഡായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും അങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. ഓക്കെ, ക്ലാസ്സുമായി എന്തെങ്കിലും ഇപ്പൊ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന പോർഷനുമായി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം, ക്ലിയർ ചെയ്ത് വന്നു. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴല്ലേ മാം നമുക്ക് ഡൗട്ട് തോന്നുക. അപ്പൊ ഇൻ കേസ് അങ്ങനെയാണെങ്കിലോ? പൊതുവേ നമ്മള് ഇപ്പൊ ഒരു പോർഷൻ നമ്മൾ എടുത്ത് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിയർ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവുള്ളൂ. പിന്നെ ഇൻ കേസ് നിങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ വരുമ്പോഴും ഞങ്ങൾ അത് ചോദിക്കും, നിങ്ങൾ വായിച്ചു നോക്കിയത് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യില്ല? എല്ലാ ദിവസവും ടീച്ചേഴ്സ് കയറുമ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാം ആണെങ്കിൽ അതിന്റെ പിന്നത്തെ ദിവസം എന്റെ അവേഴ്സ് വരുമ്പോഴേക്കും ഞാൻ കയറുള്ളൂ. അപ്പോൾ എന്റേതായ ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട് എന്നോട് ചോദിക്കാം. അങ്ങനെ ഓരോ ടീച്ചേഴ്സിനോടുള്ള ഡൗട്ടുകൾ അതാത് ടീച്ചേഴ്സിനോട് ചോദിക്കാം. ഇല്ലേ? ഓക്കെ മാം, ഗ്രൂപ്പിൽ ഒന്ന് കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാൻ പറ്റും മാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ക്ലിയർ ചെയ്യാലോ? ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നമ്പേഴ്സ് അങ്ങനെ ഷെയർ ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല. സോ നിങ്ങൾ എന്തെങ്കിലും മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇതിൽ ഓൾറെഡി ഉണ്ട്, നമ്മളോട് ചോദിക്കാം. എന്ത് വേണമെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം, അതപ്പോൾ ക്ലിയർ ചെയ്ത് പോകാം. ക്ലാസ് എടുക്കുന്ന പ്രശ്നം ഓക്കെ, താങ്ക് യു. ഈ വീക്ക് മുതൽ മോക്ക് ടെസ്റ്റ് തുടങ്ങുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഞാൻ എത്രത്തോളം എടുത്തോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. ഒരു പാരഗ്രാഫ് ആണോ എടുത്തത് അത് വെച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. വളരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാത്രമേ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. പൊതുവെ എക്സാം ബോർഡിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള തന്നെയാണ് കാണാറ്. അപ്പൊ ആക്ച്വലി നിങ്ങൾ എക്സാമിന് ഭയപ്പെടേണ്ട കാര്യമില്ല, എല്ലാം ക്യാച്ച് ചെയ്ത് പോവുക, എല്ലാം മനസ്സിലാക്കി പോവുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ പേരുകളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. പിന്നെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇൻഫോർമേഷൻ തരാം. ഓക്കെ, ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്താണ് ഓൺ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഓരോ ടീച്ചേഴ്സും അവരവരുടെ ചാപ്റ്റേഴ്സ് വന്ന് എടുത്തു പോകും. നിങ്ങൾക്ക് അതായത് ഡൗട്ടുകളൊക്കെ അതാത് ടീച്ചേഴ്സിനോട് ചോദിച്ചു പോകാം. ഓക്കെ, എനിവേ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ഇപ്പോഴത്തെ കാലത്ത് വളരെ അല്ലെ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ഇത് പഠിക്കാൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ് ഫേമിലും ഇതിന്റെ ആവശ്യകത കൂടി അല്ലെ. പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഏതൊരു ബിസിനസ് എംപ്ലോയറിനോ തൊഴിലുടമയ്ക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് നല്ല എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് അവിടുത്തെ റിസൾട്ട് അല്ലെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ആ ഗോള് അച്ചീവ് ചെയ്യണമെങ്കിൽ മാക്സിമം എഫേർട്ട് ഓഫ് എംപ്ലോയീസ് അല്ലെ അവരുടെ എംപ്ലോയീസിനെ കൊണ്ട് മാക്സിമം എഫേർട്ട് എടുപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ചാലാണ് ആ ഒരു എയിം നേടിയെടുക്കാനായിട്ട് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് HRM ഡിപ്പാർട്ട്മെന്റ് ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രാധാന്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോകണോട്ടോ. നിങ്ങൾ ക്ലിയർ ആവുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. സൗണ്ട് വേരിയേഷനോ എന്തെങ്കിലും ഡിസ്റ്റർബ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇൻട്രൊഡക്ഷനിലും അതിനെ ബേസ് ചെയ്തിട്ട് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയുന്നത്. ഒരു ഫസ്റ്റ് എന്താ പറയാ 1-2 പേജസ് ഒരു ഇച്ചിരി
ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പക്ഷെ ഹ്യൂമൻ പിന്നീടുള്ള പേജസിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊരു കുറച്ച് എന്താ പറയുക കണ്ടെത്തലുകൾ, അവരവരുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോവാം. ഞങ്ങള് എന്താ പറയാ എന്നോടൊപ്പം തന്നെ ആക്റ്റീവായിട്ട് പോവുക. നമ്മൾ എടുക്കുമ്പോൾ എന്താണ് ക്ലിയർ ആണെങ്കിലോ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡൗട്ട് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് മീനിങ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് can be defined as a planning, organizing, directing, controlling, compensation, development, integration, maintenance, etc. of the human resources in order to achieve organizational, social and individual objectives. Okay, ഇതില് നമുക്കറിയാം ഈ ഗ്രൂപ്പിൽ ഇപ്പോ കൊമേഴ്സുകാരുണ്ടാവാം, സയൻസ് ഗ്രൂപ്പ് അല്ലെ സയൻസ് എടുത്തേക്കുന്നവരുണ്ടാവാം, മാത്സ് എടുത്തേക്കുന്നവരുണ്ടാവാം, അങ്ങനെ വ്യത്യസ്ത അല്ലെ സബ്ജക്ട് എടുത്ത പേഴ്സൺസ് ഉണ്ടാവും. കൊമേഴ്സുകാരുണ്ടോ? കൊമേഴ്സുകാരുണ്ടെങ്കിൽ ഈ ഒരു ഇത് അല്ലെ ഫസ്റ്റ് ഇതിൽ തന്നെ വരുന്നത് എപ്പോഴും അവർ കേട്ടേക്കുന്ന ഒരു പദങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലെ കൊമേഴ്സുകാരാണോ കൂടുതൽ? കൊമേഴ്സുകാരുണ്ടോ? ആരുമില്ല? നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. കൊമേഴ്സ് എടുത്തേക്കുന്നവരാരും ഇല്ലേ? മെസ്സേജ് അയച്ചാൽ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തേക്കുന്നത്. കൊമേഴ്സ് എടുത്തേക്കുന്നവരുണ്ട്. ഓക്കെ, കുറേ പേര് ഹ്യൂമാനിറ്റീസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തവരുണ്ട്. ഓക്കെ, എനിവേ നമുക്കറിയാം ഒരുപാട് ഏത് സബ്ജക്ട് എടുത്താലും ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ചാപ്റ്റർ അല്ല. ആ ഒരു വേറെ സബ്ജക്ട് എടുത്തേക്കുന്നവർക്ക് ഈ ഇൻട്രൊഡക്ഷൻ ബേസിക് ഫസ്റ്റ് 1-2 പേജ് ഒരു ചെറിയ ഡിഫിക്കൽട്ട് ഉണ്ടാവും. മറ്റ് എന്താണ് കൊമേഴ്സ് ഗ്രൂപ്പുകാർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം ഇത് അവര് +2 തുടങ്ങി അല്ലെ, +1 +2 ഡിഗ്രി ലെവലുകളിലെല്ലാം തന്നെ എടുത്തേക്കുന്ന ഒരു ഡെഫിനിഷൻ മോഡലുകളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹ്യൂമാനിറ്റീസുകാരെ എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഇത് ക്യാച്ച് ചെയ്യാം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഏത് സബ്ജക്ട് എടുത്തവർക്കാണെങ്കിലും ക്യാച്ച് ചെയ്ത് പോവാം. എങ്കിലും കൊമേഴ്സുകാർക്ക് ഇതിലൂടെ എളുപ്പമായിരിക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതില് മീനിങ്ങിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി, ആ കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഒരു കമ്പനി ആണെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ യൂണിറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കമ്പനി, അത് തുടങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. ഇത്രയും പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണം, ഇത്രയും വസ്തുക്കൾ ഉത്പാദിപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കും കമ്പനി തുടങ്ങുന്നത്, ആയിരിക്കില്ലേ? ആണോ? അങ്ങനെയുള്ള കമ്പനികളല്ലേ കമ്പനികൾ തുടങ്ങുമ്പോൾ അതിനൊരു എയിം ഉണ്ടാവും. ഒരു എയിം ഉണ്ടാവില്ലേ? ഏതൊരു കമ്പനിക്ക് ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള എയിം ഉണ്ടാവും. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതിന് അവിടെ നല്ലൊരു സർവീസ് കാഴ്ചവെക്കണം എന്നുള്ള ഒരു എയിം ഉണ്ടാവും അല്ലെ. അതേമാതിരി തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ഓരോ ഇൻഡിവിജ്വലിനും ഒരു നിശ്ചിത എയിം ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എയിം ഇല്ലാതെയാണോ നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക? അല്ല, നമുക്ക് ഇത്രയും സാലറി കിട്ടണം, നല്ലൊരു ജോലി അല്ലെ, മറ്റുള്ളവരുടെ സമൂഹത്തിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു എയിമോട് കൂടിയിട്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. ഇങ്ങനെ സമൂഹത്തിനും ഇൻഡിവിജ്വൽസിനും അതേമാതിരി തന്നെ സ്ഥാപനങ്ങൾക്കും കമ്പനിക്കൊക്കെയുള്ള ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സുപ്രഭാതത്തിൽ കമ്പനിക്ക് പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും കൂടി പരിശ്രമത്തിലാണ് കമ്പനിയുടേതായിട്ടുള്ള ആ എയിം നേടിയെടുക്കുന്നത്. അതേമാതിരി തന്നെ എംപ്ലോയി ആഗ്രഹിക്കുന്ന ഒരു സാലറി അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഒക്കെ നേടിയെടുക്കുന്നത് എന്താണ്? അവൻ ആത്മാർത്ഥമായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പോ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓരോ ലക്ഷ്യങ്ങൾ അല്ലെ, സോഷ്യൽ, ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓരോരുത്തർക്കുമുള്ള ആ ഒരു കമ്പനിക്കാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനാണെങ്കിലും ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ബീയിങ്, അതായത് ഹ്യൂമൻ റിസോഴ്സിനെ, അതായത് മനുഷ്യ വിഭവശേഷി, അതാണ് ശരിക്കും ഹ്യൂമൻ റിസോഴ്സ് എന്ന പദത്തിന്റെ മലയാളം മീനിങ് മനുഷ്യ വിഭവ ശേഷി. അപ്പൊ അവിടെ മനുഷ്യ വിഭവശേഷി, ഈ മനുഷ്യ വിഭവശേഷിയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും.
ഒരു വ്യക്തി ആ സ്ഥാപനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ആ വ്യക്തിക്ക് കൃത്യമായ സാലറി എംപ്ലോയർ തൊഴിലുടമ നൽകുകയുള്ളൂ അല്ലെ? ആരെങ്കിലും വർക്ക് ചെയ്യാതെ തൊഴിലുടമ സാലറി കൊടുക്കുവോ? റെസ്പോണ്ട് ചെയ്യാം. കൊടുക്കോ? സാലറി കൊടുക്കോ? ഇല്ല അല്ലെ? സാലറി കൊടുക്കണമെങ്കിൽ ആ വ്യക്തി കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യണം അല്ലെ? അതേമാതിരി തന്നെ സ്ഥാപനത്തിൽ ഒരു കമ്പനി ആണെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനി തുടങ്ങിയിട്ട് നന്നായിട്ട് എഫേർട്ടോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ, അവിടെ ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ അവരെ കൃത്യമായിട്ട് തന്നെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ബീയിങ്ങിനെ കൃത്യമായിട്ട് തന്നെ അതിനെ പ്ലാനിങ് ചെയ്യണം അല്ലെ? ആസൂത്രണം ചെയ്യണം. അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം ഓരോ തൊഴിലുകളൊക്കെ ഏൽപ്പിക്കാനായിട്ട്. അതേമാതിരി തന്നെ അവരെ സംഘടിപ്പിക്കണം അല്ലെ? ഏത് തൊഴിലാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ആ ഡ്യൂട്ടിക്ക് അനുസരിച്ചുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് അവരെ സംഘടിപ്പിച്ചു കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ എന്താണ് ഡയറക്റ്റ് ചെയ്യണം അല്ലെ? ഇന്നൊരു ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഒരു പ്രൊഡക്ഷന്റെ അവസാന ഘട്ടമാണ് എന്താണ് ഫൈനൽ പ്രൊഡക്റ്റിൽ എത്തുന്നത്. അതിന് മുമ്പ് തന്നെ അതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അതിനെ എന്താണ് ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം എന്താണ് അത് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പാക്കേജിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു അല്ലെ? അപ്പൊ അവിടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതലേ സ്റ്റാർട്ടിങ് ആണ് അല്ലെ? അപ്പൊ അവിടെ എല്ലാം ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഹ്യൂമൻ ബീയിങ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? ഹ്യൂമൻ എഫേർട്ട് അവിടെയെല്ലാം ആവശ്യമില്ലേ? പക്ഷെ ഉണ്ടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് എക്സെട്ര അല്ലെ? അപ്പൊ ഈ പറയുന്ന ഈ ഹ്യൂമൻ ബീയിങ്ങിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്യണം, അവരെ സംഘടിപ്പിക്കണം, അവരെ ഡയറക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നല്ല സ്പീഡിൽ വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരൊക്കെ കൺട്രോൾ ചെയ്യണം. അവർക്ക് ഇച്ചിരിയും കൂടി നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് അവരെ ഒന്ന് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തിക്കാൻ, സംതൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷനുകൾ, എന്തെങ്കിലുമൊക്കെ റിവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. അതോടൊപ്പം തന്നെ പുതിയ എന്തെങ്കിലും മെഷീനൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് എല്ലാം അവർക്ക് പ്രദാനം ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചു കൊടുത്ത് അതിനെ പരിപാലിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഫൈനൽ ലക്ഷ്യത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതെന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മീനിങ്ങിലേക്ക് എത്തില്ല. ജസ്റ്റ് മനസ്സിലാക്കാം. ഹ്യൂമൻ ബീയിങ് അല്ലെ? ഏതൊരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിലും അവിടെ ഹ്യൂമൻ റിസോഴ്സിനെ കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ച് അവരെ ഡയറക്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കൃത്യമായിട്ട് ഡെവലപ്മെന്റ് ഒക്കെ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് then അവർക്ക് എന്തെങ്കിലും അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും റിവാർഡുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പരിപാലിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? മീനിങ് എന്താന്നുള്ളത്? ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ? മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ സയൻസ് ഗ്രൂപ്പുകാരും ഹ്യൂമാനിറ്റീസുകാരും ഒക്കെ കൂടി മനസ്സിലാക്കുക. എന്താണ് ചെറിയ രീതിയിൽ എന്തായാലും ഒറ്റയടിക്ക് ക്ലാസ് എടുത്തൊന്നും പോവില്ല. നിങ്ങളുടെ കൂടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ക്ലാസ് എടുത്ത് പോകുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നിച്ച് പോവാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന തലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമൻ ബീയിങ് ആണ്. അത് ഏതൊരു സ്ഥാപനത്തിലും ഹ്യൂമന്റെ എഫേർട്ട് അവിടെ ആവശ്യമാണ്. ആ ഹ്യൂമന്റെ എഫേർട്ടിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്ത് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യിപ്പിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഇൻ കേസ് സോഷ്യൽ ആയാലും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലായിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ടും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ജോലിയാണെങ്കിലും ഒരു ജോലിക്കാരനെ നമ്മൾ ജോലി നിയോഗിക്കുമ്പോൾ അവൻ നല്ല അഫോർഡോടുകൂടി ജോലി ചെയ്യണമെങ്കിൽ അവനും കൃത്യമായിട്ടൊരു ആസൂത്രണം വേണമല്ലേ? എപ്പോഴാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ജോലിയുടെ ബിഗിനിങ് എന്താണ്, ആ ജോലി
ഫസ്റ്റ്ലി ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏത് ഡ്യൂട്ടിയാണ്, അതിനുശേഷം നെക്സ്റ്റ് ഡ്യൂട്ടി എന്താണ്, അല്ലെ? അത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് കൊടുത്ത് അവനെ ഏൽപ്പിച്ചാൽ മാത്രമാണ് ആ ഒരു റൂട്ടിൽ കൂടി തന്നെ അവൻ വർക്ക് നന്നായിട്ട് എഫോർട്ടോട് കൂട്ടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ മാക്സിമം റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ ആദ്യം ചെയ്യേണ്ടതിന് പകരം അവസാനം കൊടുത്തു വെച്ച് ഡ്യൂട്ടി ആദ്യം ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരിക്കലും അവന്റെ വർക്ക് നല്ല ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിപ്പെടില്ല. കൃത്യസമയത്തൊന്നും ആ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഏത് ലക്ഷ്യമാണെങ്കിലും ആ ലക്ഷ്യത്തിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിംഗ് ഒക്കെ ആവശ്യമാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അവിടെ കൃത്യമായിട്ട് തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു മാനേജ്മെന്റ്, അല്ലെ, അതിന്റെ ആ ഒരു മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മീനിങ് ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോയാല് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ്, അല്ലെ, ക്യാൻ ബി ഡിഫൈൻഡ് ഇതൊന്നും ബൈ ഹാർട്ട് ഒന്നും പിടിക്കേണ്ടതില്ല. പക്ഷെ മനസ്സിലാക്കുക എന്താ ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് എന്നുള്ള രീതിയിൽ എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ്, അല്ലെ, ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ് എക്സെട്ര ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ്, അല്ലെ. അത് ആ ഒരു റിസോഴ്സസിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പദത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്തോ? ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാമല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കൺസെപ്റ്റ് ഓഫ് HR. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. കൺസെപ്റ്റ് ഓഫ് HR. ഈ HRമിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR or human resource is the strategic approach to the effective management of people in a company or organization such that they help their business gain a competitive advantage. Okay, നമ്മൾ നേരത്തെ മനസ്സിലാക്കി ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമാണ് നല്ല ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അത് തന്നെ ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഇത് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ എ കമ്പനി, അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും അവിടെയുള്ള പീപ്പിൾസിനെ അവരെ എഫക്റ്റീവായിട്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് തന്ത്രപരമായ രീതിയിലുള്ള അപ്രോച്ച്, ആ ഒരു സമീപനത്തോട് കൂടിയിട്ടാണ് എഫക്റ്റീവായിട്ട് മാനേജ്മെന്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ പ്രത്യേകത, ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്, അല്ലെ, ഗെയിംസ് അച്ചീവ് ചെയ്യാനായിട്ട്, അവരുടെ ലക്ഷ്യം നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ട്. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്, അല്ലെ, എപ്പോഴും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു യുഗമാണ്. അപ്പൊ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സ്പീഡിൽ തന്നെ ചിലപ്പോൾ ക്യാച്ച് ചെയ്യേണ്ടതായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ചെലവ് കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും ആവശ്യമായിട്ടൊക്കെ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അതിനനുസരിച്ചിട്ട് ഈ എംപ്ലോയീസിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണം, അല്ലെ. ചിലപ്പോഴൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും, പുതിയ മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട്, അല്ലെ, തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനത്തോട് കൂടിയിട്ട് അവിടെയുള്ള പീപ്പിൾസിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ such that it help their business gain a competitive advantage. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടുത്തെ പീപ്പിൾസ്, അല്ലെ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള രീതിയാണെങ്കിൽ കൂടി ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം അവരെ നാച്ചുറലി എന്താണ് എപ്പോഴും അവരോടൊപ്പം തന്നെ, അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്ങിനോടൊപ്പം തന്നെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടാവും, അല്ലെ. അവർക്ക് മോട്ടിവേഷൻ ചിലപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് ജോലിയിൽ എന്തെങ്കിലുമൊക്കെ, അല്ലെ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അല്ലെ, ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വരുമ്പോഴൊക്കെ ആയിരിക്കും എന്താണ് അവര് നല്ല രീതിയിൽ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, പരിശ്രമിക്കുകയുള്ളൂ. ഓക്കെ, it is designed to maximum employee performance in service of an employer's strategic objectives. വീണ്ടും ചോദിക്കുന്ന ഒരു കാര്യം, സ്പീഡ് കൂടുന്നുണ്ടോ? എപ്പോഴും വരുന്ന ഒരു ഡൗട്ടുകളാണ്. കാരണം ചില ഡിസ്ട്രിക്റ്റുകളിലുള്ളവര് വളരെ സ്ലോ ആയിട്ട് തന്നെ സംസാരിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഈ സ്പീഡ് ലാംഗ്വേജ് ചിലപ്പോൾ അവർക്ക്
ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? നോന്നുണ്ട്, എസ്ഒന്നുണ്ട്. ഓക്കെ, അത് നോന്നാണ് കുറെ പേര് പറയുന്നത് എങ്കിൽ കൂടി എന്ന് പറയുന്നവരുമുണ്ട്. ഓക്കെ, നമുക്ക് ഇത്തിരി സ്പീഡ് കൂടി കുറയ്ക്കാം. അപ്പൊ നമ്മള് എടുത്തുപോയത് എന്താണ്? അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനം അല്ലെ, തന്ത്രപരമായിട്ടുള്ള സമീപനം ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇടയിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്ങിന്, അതായത് അവിടെയുള്ള എംപ്ലോയീസിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടും. അതായത് ചിലപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകൾ അവിടെ ഉൾപ്പെടുത്താം. ചിലപ്പോൾ എന്താണ്, അതായത് അവരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സുകൾ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവരുടെ ട്രെയിനിങ് പോലുള്ള സംഭവങ്ങൾ, ഒരു പുതിയ മിഷനും പുതിയ കാലഘട്ടം ആയതുകൊണ്ട് പുതിയ മിഷനും പുതിയ പുതിയ രീതികളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കാം. അങ്ങനെ ഒരു സമീപനം കാഴ്ചവെക്കുമ്പോൾ എന്താ പ്രത്യേകത? അങ്ങനെ സമീപനം കാഴ്ചവെക്കുമ്പോൾ ആ ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലും ആ കമ്പനിയുടേതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള തൊഴിലാളികൾ മാക്സിമം അഫോർട്ടോട് കൂടിയിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെന്റൻസ് പറയാണ്, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, തന്ത്രപരമായിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ, തൊഴിലുടമ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസുകൾ അല്ലെ, എംപ്ലോയിയുടെ പെർഫോമൻസ്, എംപ്ലോയിയുടെ പ്രകടനങ്ങൾ മാക്സിമം എത്തിക്കാനായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ ജോലി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു രീതി വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അതിനെ സമീപിക്കുന്നത്. അതാണ് കൺസെപ്റ്റ് ഓഫ് HRM-ല് എടുത്തു പറയുന്നത്. ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് തന്നെ അവിടുത്തെ എംപ്ലോയീസിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള സമീപനം എംപ്ലോയർ, തൊഴിലുടമ ക്രിയേറ്റ് ചെയ്യുക അല്ലെ, അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. The scope of HRM is a very wide personal aspect. This is concerned with the manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentives, productivity, etc. Okay. നമ്മളിപ്പോ ഒരു HRM എന്ന് പറയുന്ന ഒരു ഇത് കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ അപ്രോച്ചുകൾ സ്വീകരിക്കണമെങ്കിൽ അത് പല കാര്യങ്ങളിലും അത് ഉൾപ്പെടുത്താം. അതായത് പേഴ്സണൽ ആക്സെപ്റ്റ്, വ്യക്തിപരമായിട്ടുള്ള ആക്സെപ്റ്റിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മാൻ പവർ അല്ലെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കണ്ടെത്തുന്നത് മുതൽ ഒരു തൊഴിൽ, ആ തൊഴിലിനനുസരിച്ചുള്ള വേക്കൻസി അല്ലെ, ആ ഒരു ഓർഗനൈസേഷനിൽ എന്താണോ വേക്കന്റ് ആയിട്ടിരിക്കുന്നത്, ഏത് തൊഴിലിന് അനുയോജ്യമായിട്ടുള്ള തൊഴിലാളിയെയാണോ കണ്ടെത്തേണ്ടത്, ആ തൊഴിലാളിയെ കണ്ടെത്തുന്നത് മുതൽ പല തീരുമാനങ്ങളും എംപ്ലോയർ എടുക്കും അല്ലെ. അപ്പൊ അവരെ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് നല്ല നല്ല ആപ്ലിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് യോഗ്യരായ ഒരുപാട് വ്യക്തികളുടെ ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിൽ കിട്ടുന്നത് മുതൽ പല തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും എംപ്ലോയർ എടുത്തുകൊണ്ട് വരും. നിങ്ങൾ ഇതൊക്കെ വൈഡായിട്ട് നെക്സ്റ്റ് ചാപ്റ്ററുകളൊക്കെ തുടങ്ങി പഠിക്കാനുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ തന്നെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒക്കെയാണ്. എടുത്തു നോക്കിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടോ? അല്ല, അതില് സെക്കൻഡ് ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. ഇല്ലാന്നുള്ളവരുണ്ട്, ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട് അല്ലെ. അപ്പൊ ഇല്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു ലെക്ചർ നോട്ട് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പോകാട്ടോ. എല്ലാം ബൈഹാർട്ടായിട്ട് എഴുതിയിരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഉള്ളവരെ ജസ്റ്റ് ഒന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. അപ്പൊ ഉണ്ട് അല്ലെ, ഉള്ളവർക്കൊക്കെ മനസ്സിലാവും. ഈ സെലക്ഷനും റിക്രൂട്ട്മെന്റ് ഒക്കെ എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, അത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മള് കാര്യമായിട്ട് റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ എന്താണെന്ന് മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത ബുക്ക് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് മാനേജ്മെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ,
അപ്പൊ എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് അല്ലെ, ദിസ് കൺസേൺഡ് വിത്ത് മാൻ പവർ പ്ലാനിങ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ. അവിടെ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് തല മുതലുണ്ട് അല്ലെ, ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് യോഗ്യരായ ഒരുപാട് അപേക്ഷകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടപടികളൊക്കെ സ്വീകരിക്കും എംപ്ലോയർ. അത് മാത്രമല്ല ആ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ വന്നതിന് ശേഷം അതിൽ നിന്ന് സെലക്ഷൻ പ്രൊസീജിയർ നടത്താനായിട്ടും പല നടപടികൾ സ്വീകരിക്കും. അതായത് തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള സമീപനമായിരിക്കും ഈ ഓരോ തലത്തിലും എംപ്ലോയർ എന്താണ് അതില് നടപ്പാക്കി പോകുന്നത്. കാരണം നമുക്കറിയാം ഈ കോമ്പറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യരായവരെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം എംപ്ലോയർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ പ്ലേസ്മെന്റ് നടപടികളിലാണെങ്കിലും അങ്ങനെ തന്നെ ട്രാൻസ്ഫർ നമുക്കറിയാം എന്താണ് ഒരു വേക്കൻസികൾ വരുമ്പോ ആദ്യം തന്നെ അവിടെയുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടോ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കും അല്ലെ. അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ജോലിയുടെ ഒഴിവ് നികത്താനും താഴെ തലത്തിലുള്ള കാര്യങ്ങൾക്ക് താഴെ തലത്തിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആപ്ലിക്കേഷൻസ് കണ്ടെത്താനായിരിക്കും ഏതൊരു കമ്പനിയുടെ എംപ്ലോയർ തീരുമാനിക്കുക. മനസ്സിലാവരുടെ എയിം അതായിരിക്കും. കാരണം നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കും കമ്പനിയിൽ നിലനിർത്താനായിട്ട് കമ്പനി ഉടമ ശ്രമിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. താഴെ തലത്തിലുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാനായിട്ടായിരിക്കും അവരെ പരമാവധി ശ്രമിക്കുക. എന്താണ് ട്രെയിനിങ്, ഇൻ കേസ് പുതിയ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ കമ്പനിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ കൊടുക്കും. അപ്പൊ അവിടെ എല്ലാം തന്നെ എന്താണ് തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും എംപ്ലോയർ എടുക്കുന്നത്. അതായത് ഏറ്റവും നല്ല യോഗ്യരായ എംപ്ലോയറിനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും അവിടെയെല്ലാം എംപ്ലോയർ പ്രവർത്തിക്കുന്നത്, തൊഴിലുടമ പ്രവർത്തിക്കുന്നത്. ആൻഡ് ഡെവലപ്മെന്റ്, ഇൻ കേസ് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷം അവരുടെ പ്രത്യേകമായിട്ടുള്ള സ്കില്ലും നോളജ് ഒക്കെ അല്ലെ, അവരുടെ അറിവും കഴിവും അതൊക്കെ വികസിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടെയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കും. ലേ ഓഫ് ആൻഡ് റീട്രെഞ്ച്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻ കേസ് നമ്മുടെ സ്ഥാപനം കൂട്ടിപ്പോയാലും അല്ലെ കുറച്ചു പേരെയൊക്കെ ഔട്ടാക്കിയാൽ പോലും അവര് അങ്ങനെ ഔട്ടാക്കുമെന്നുള്ള ധാരണയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചിലപ്പോൾ അവരിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് സമയത്ത് തന്നെ എന്താണ് അവരെ കമ്പനിയിലേക്കൊക്കെ അപേക്ഷകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇൻ കേസ് എന്താണ് ലേ ഓഫ് റിട്രീച്ച്മെന്റ് ഉള്ള കോമ്പൻസേഷൻ നടപടികളെല്ലാം അവര് കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിരിക്കും. കാരണം ലേ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് തൊഴിലാളികളെ പിരിച്ചുവിടും അല്ലെ, എന്തെങ്കിലും കമ്പനിയുടെ ഏതെങ്കിലും ടൈമിലൊക്കെ അങ്ങനെ പിരിച്ചുവിടുന്ന സമയത്തും അവർക്ക് ഒരു നിശ്ചിത എന്താണ് കോമ്പൻസേഷൻ ഒക്കെ അവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവരെ പിരിച്ചുവിടുന്നത്. നിങ്ങൾ ഇതൊന്നും ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളിൽ വിവരിച്ചു തരുന്നുണ്ട്. വ്യത്യസ്ത ചാപ്റ്ററുകളിൽ ഈ എല്ലാ പോർഷൻസും വ്യക്തമായിട്ട് തന്നെ 1-2 പേജസ് വഴി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിൽ, അതായത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇതെല്ലാം ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് അതേമാതിരി തന്നെ റിട്രെഞ്ച്മെന്റ് നമുക്കറിയാം കമ്പനി നഷ്ടത്തിലാവുമെന്നുള്ള അല്ലെ അവരുടെ ആ ഒരു ഫിനാൻസ് ചെലുത്തുന്ന ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സീസണൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോ റെയിനി സീസണിലൊക്കെ നമുക്കറിയാം കോട്ടും അതേമാതിരി തന്നെ അമ്പർലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ടൈമിലൊക്കെ ജീവനക്കാർ ആവശ്യമാണ്. വീണ്ടും എന്താണ് അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് തൊഴിലാളികളെ എത്രയേണ്ട ആവശ്യം വരില്ല. പക്ഷെ തൊഴിലാളികള് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനും പറ്റില്ല അല്ലെ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് അവർ കുറച്ച് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ആ ടൈം ആകുമ്പോൾ വീണ്ടും നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്ത് ഡ്യൂട്ടികളൊക്കെ അല്ലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണ്ടീഷനിലൊക്കെ അവർക്ക് കുറച്ച് കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തിട്ട് അവരെ പിടിച്ചു നിർത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തൊഴിലുടമ സ്വീകരിക്കും. അതേമാതിരി ഇൻസെന്റീവ്, പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇൻസെന്റീവ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ജോലി നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ എന്താണ് നല്ല രീതിയിലുള്ള എഫേർട്ട് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് മൂല്യത്തോട് കൂടിയിട്ടുള്ള നല്ല എഫേർട്ട് കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള റിട്രെഞ്ച്മെന്റ് ഒന്നും നിങ്ങൾ ഭയാട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. റിട്രെഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് കമ്പനി എപ്പോഴും എന്താണ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്പനി തൊഴിലാളികളെ കുറച്ച് നാളത്തേക്ക്
പിരിച്ചുവിടും. എന്ന് വെച്ചാൽ കുറച്ച് അത് അവരുടെ ഒരു സീസണൽ ആയിട്ടുള്ള ടൈമുകളിൽ അവർക്ക് തൊഴിലാളികൾ ആവശ്യവുമാണ്, എന്നാൽ സീസൺ കഴിയുമ്പോൾ അവർക്ക് തൊഴിലാളികളെ വേണ്ടാന്നുമുണ്ട് അല്ലെ. പക്ഷെ അവര് പൂർണ്ണമായിട്ടും തൊഴിലാളികളെ പിരിച്ചുവിടുന്നില്ല. കാരണം വീണ്ടും അടുത്ത സീസൺ വരുമ്പോൾ തൊഴിലാളികളെ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് ഒരു നിശ്ചിത കോമ്പൻസേഷൻ കൊടുക്കും. അതായത് ചിലപ്പോൾ അവർക്ക് ഒരു വർഷം ഈ എംപ്ലോയറുടെ കീഴില് അതിനൊക്കെ ഒരു കുറച്ച് ഇതുണ്ട്, കാൽക്കുലേഷൻ ഉണ്ട്. അതായത് 1 ഇയർ എങ്കിലും ഈ എംപ്ലോയറിനോടൊപ്പം തന്നെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന വ്യക്തി ആയിരിക്കണം ഈ എംപ്ലോയി. അത് മാത്രമല്ല ഈ എംപ്ലോയിക്ക് എന്താണ് ഒരു വർഷത്തില് ഒരു 15 ദിവസത്തെ വേതനമാണ് അവർക്ക് ലഭ്യമാകുന്നത് ഫുള്ളായിട്ട്. അതായത് DA അടക്കമുള്ള DNS അലവൻസ് അടക്കമുള്ള ബേസിക് വേജസിനോടൊപ്പമുള്ള ആ വേതനത്തിന്റെ 15 ദിവസത്തെ കൂലി അവർക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാക്കി കൊടുക്കും. ഇൻ കേസ് അതിനൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, 45 ഡേയ്സ് വരെയുള്ള സാലറി അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എംപ്ലോയറുടെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലാണ് ഈ 45 ഡേയ്സിലുള്ള സാലറി അവർക്ക് ലഭ്യമാകാനുള്ള അവസരമുള്ളൂ. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു കോമ്പൻസേഷൻ ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുള്ള സമീപനമാണ്. ക്ലിയർ ആയോ എന്താണ് റിട്രീച്ച്മെന്റ് എന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? അതിനെ കുറിച്ചിട്ട് വേറെ ക്ലാസ്സിലൊക്കെ ഉണ്ട് കേട്ടോ. കിട്ടിയോ റിട്രീച്ച്മെന്റ് എന്താണെന്നുള്ളത്? ഡൗട്ട് ചോദിച്ചിട്ട്. ഓക്കെ, റിട്രീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോമ്പൻസേഷൻ ആണ്. അത് കുറച്ച് നിബന്ധനകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കോമ്പൻസേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് തൊഴിലുടമ തൊഴിലാളിയെ വിട്ട് കളയുന്നുമില്ല, എന്നാൽ അവർക്ക് ഫുൾ നേരം അല്ലെ, അവർക്ക് എന്താ പറയുക, തൊഴിലില്ലാത്ത അവസരത്തിൽ ഫുൾ സാലറി കൊടുത്തിട്ട് അവരെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനും എംപ്ലോയർക്ക് താല്പര്യമില്ല. കാരണം അവര് ഫ്രീ ആയിട്ട് നമ്മളാണെങ്കിലും മനസ്സിലാക്കുക അല്ലെ, തൊഴിലുടമ വെറുതെ തൊഴിലാളികളെ പണിയില്ലാത്ത സമയത്ത് അവർക്ക് ഫുൾ സാലറി കൊടുക്കുമോ? അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവുമോ? തൊഴിലെടുത്താൽ പോലും കൂലിയില്ലാത്ത കാലമാണ് അല്ലെ. അപ്പൊ ആ തൊഴിലാളി എന്താണ്, തൊഴിലുടമയ്ക്ക് കൃത്യമായിട്ട് അങ്ങനെ കൂലി കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ തൊഴിലാളികളെ വിറ്റ് കളയാനും താല്പര്യമില്ല. കാരണം നെക്സ്റ്റ് സീസൺ ടൈം ആവുമ്പോൾ അവരെ ആവശ്യമായിട്ട് വരും. അപ്പൊ അവരൊരു കോമ്പൻസേഷൻ കൊടുത്ത് പിടിച്ചു നിർത്തുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം ഈ കോമ്പൻസേഷൻ കാലയളവിൽ ഒരു 6 months ഒക്കെ ആണെങ്കിൽ അവർ വേറെ ഡ്യൂട്ടികൾക്കൊക്കെ പോകും. പക്ഷെ ഈ കോമ്പൻസേഷനും അവര് ലഭ്യമാകും. കാരണം ഡ്യൂട്ടിക്ക് വരണമെന്നില്ല അല്ലെ. നമുക്കറിയാം നമുക്ക് ഫ്രീ ആയിട്ടുള്ള വേറെ സമയമൊക്കെ ഉണ്ടെങ്കിൽ അവർ വേറെ ഡ്യൂട്ടിക്ക് പോകും. നെക്സ്റ്റ് ടൈം ആവുമ്പോൾ അവരുടെ ഇതായിട്ടുള്ള ഡ്യൂട്ടി ടൈം ആവുമ്പോൾ അവർ തിരിച്ചു വന്ന് അവർ ഡ്യൂട്ടിയും ചെയ്യും. അങ്ങനെ 2 രീതിയിലുള്ള ഡ്യൂട്ടിയും ചെയ്ത് പോകുന്ന ആൾക്കാരുമുണ്ട് അല്ലെ. അത് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവര് അങ്ങനെ തന്നെ പാലിച്ചു പോകും. അപ്പൊ അവര് എന്താണ്, ഈ തൊഴിലുടമയിൽ നിന്ന് എന്താണ് ആ ജോലി രാജിവെച്ച് പോകുന്നുമില്ല, മറ്റൊരു തൊഴിലും തേടി കൈകാര്യം ചെയ്ത് പോകുന്നവരായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ തൊഴിലുടമ ഈ തൊഴിലാളികൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന ഒരു വൈഡ് ആയിട്ടുള്ള സ്കോപ്പാണ് എന്തിലുള്ളത്? നമ്മുടെ HRM മാനേജ്മെന്റിലുള്ളത്. ഓക്കെ, അപ്പൊ HRM മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും അതിൽ ഒരുപാട് ഇതുണ്ട്. തൊഴിലാളികളെ കണ്ടെത്തുന്നത് മുതൽ തൊഴിലാളികൾക്ക് സെലക്ഷൻ കണ്ടെത്തി പ്ലേസ്മെന്റ് നടത്തി ട്രാൻസ്ഫർ കൊടുക്കുന്നത്, പ്രൊമോഷൻ കൊടുക്കുന്നത്, ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, ലേ ഓഫ് അല്ലെങ്കിൽ റിട്രെഞ്ച്മെന്റ്, റിമ്യൂണറേഷൻ, ഇൻസെന്റീവ്, പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സ്കോപ്പാണ് ഇതിലുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന തരത്തിലുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഏതൊരു കമ്പനിയിലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഒരു റോള് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ലേ ഓഫ് എന്ന് പറയുമ്പോഴും ഈ ഒരു രീതിയൊക്കെ തന്നെയാണ്. അതായത് താൽക്കാലികമായിട്ട് ഒഴിവാക്കുന്ന ഒരു രീതി തന്നെയാണ്. ഈ ലേ ഓഫിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിട്രെഞ്ച്മെന്റ് പോലെ തന്നെയാണ്. പക്ഷെ അതിലും ഈ എന്താണ് ആ ഒരു കാൽക്കുലേഷൻ ബേസിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. അതിന്റെ കാൽക്കുലേഷൻ ബേസിൽ എന്താണ്, അവര് കമ്പനിയിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാക്കിയാണ്. അതായത് ആ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടം അത് ആ തൊഴിലാളിക്ക് ഉണ്ടാവരുതെന്നുള്ള മൈൻഡിലാണ് അവരൊരു കോമ്പൻസേഷൻ വാഗ്ദാനം ചെയ്യുന്നത്. സീസണൽ ആയിട്ടുള്ള ഒരു റിട്രെഞ്ച്മെന്റ് ആണെങ്കിൽ തിരിച്ചും അവർക്ക് വന്ന് ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു പ്രാതിനിധ്യത്തിന്റെ ബേസിലാണ് അവർക്ക് കൊടുക്കുന്നത്. അതേസമയം ലേ ഓഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ തൊഴിലാളിയെ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ടാണ് എംപ്ലോയർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, തൊഴിലാളിയെ പെട്ടെന്ന് വിട്ട് കളയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ ആണ് അവർക്ക് ലഭ്യമാകുന്നത്.
ഇത് നമ്മളിപ്പോ ഒരു ഡ്യൂട്ടി, ഇപ്പൊ ഇൻ കേസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തില് 3 ആളുടെ ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് 3 പേരെ പോസ്റ്റ് ചെയ്തു. അദ്ദേഹം അവിടെ ആ എംപ്ലോയർ അവിടെ പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സിലാക്കുകയാണ് 2 ആളുടെ ഡ്യൂട്ടി അവിടെ ആവശ്യമുള്ളൂ, ഒരാൾ അധികമായിട്ടാണ് ഞാൻ സാലറി കൊടുക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി തോന്നുകയാണെങ്കിൽ ഈ ഒരാളെ വിട്ടുകളയാനായിട്ട് അദ്ദേഹം ശ്രമിക്കില്ലേ? ശ്രമിക്കോ? 2 ആളുടെ ആവശ്യകതയുള്ളൂ എന്ന് തോന്നിയാ ഒരാളെ വിട്ടുകളയാനായിട്ട് ശ്രമിക്കില്ലേ? അപ്പൊ അങ്ങനെ വിട്ടുകളയുമ്പോൾ എന്താണ്, അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് റിമൂവ് ആക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ്, ബുദ്ധിമുട്ട് അല്ലെ, അതിനെ കൺസിഡർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോമ്പൻസേഷനും കൂടി കൊടുത്തിട്ടാണ് അവരെ പറഞ്ഞത്. ആ ഒരു രീതിയിലാണ് ലേ ഓഫ് വരുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് അടുത്ത ഏതെങ്കിലും ചാപ്റ്ററിൽ ഇതിനെ കുറിച്ചിട്ട് ഉണ്ടാവും. മിക്കവാറും സെക്കൻഡ് ചാപ്റ്ററിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാപ്റ്ററിൽ. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ഒരു ചെറിയ പോർഷൻ വീണ്ടും എംപ്ലോയീസ് റിലേഷൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻ മാനേജ്മെന്റ് എന്നുള്ളത്. അപ്പൊ ആ ചാപ്റ്ററിലും ലേ ഓഫിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രതിപാദിക്കുന്നുണ്ട്. മറ്റു ടീച്ചേഴ്സിന്റെയും ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇതിലെ ജസ്റ്റ് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതൊരു വൈഡ് സ്കോപ്പാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? ഇതുകൊണ്ടാണ് വൈഡ് സ്കോപ്പ് എന്നുള്ള ഒരു മീനിങ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അത് നമുക്കൊരു 2 മോഡലെങ്കിലും പഠിച്ചു പോവുക, അല്ലെങ്കിൽ ഫസ്റ്റ് പേജെങ്കിലും നമുക്ക് തിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്. അതിന്റെ അല്ലെങ്കിലും ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ വളരെ എന്താ പറയുക ചെറുതായിട്ടേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ ചെറിയ 2 ലൈനിൽ അങ്ങനെ കൂട്ടിയോജിപ്പിച്ചാണ് തന്നിരിക്കുന്നത്. വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇത് ദൂരം കാര്യങ്ങളാണ് അതിൽ പെടുന്നതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. സെലക്ഷനിൽ കുറെ കാര്യങ്ങൾ പെടുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ചും കൂടി നീണ്ട ഒരു ഭാഗമാണ്. പക്ഷെ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് പ്രതിപാദിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡൽ ഓഫ് HRM ആണ്. അതില് ഫസ്റ്റ് മോഡൽ നമുക്ക് നോക്കാം. എന്താണ്? ഫോബ്രൺ മോഡലാണ്. അതിലെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 4 മോഡലുകളാണ് പ്രധാനമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫോബ്രൺ മോഡല്, ദെൻ ഹവാർഡ് മോഡല്, ഗസ്റ്റ് മോഡല്, വാർവിക് മോഡല്. അതിലെ ഫസ്റ്റ് മോഡൽ നോക്കാം, ഫോബ്രൺ മോഡല്. The 4 functions are selection, appraisal, development, and rewards. These 4 constituent components of HRM are expected to contribute to organizational effectiveness. അതായത് 4 പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഒരു എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിയെ സെലക്ട് ചെയ്യുക, ദെൻ ആ എംപ്ലോയി ചെയ്യുന്ന പ്രവർത്തികളെ ഒന്ന് പുകഴ്ത്തുക, അപ്രൈസ് ചെയ്യുക, ദെൻ ആ എംപ്ലോയിക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി കഴിവ് വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ, പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അവരുടെ നോളജും അറിവും അതേമാതിരി തന്നെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. ദെൻ ആ വ്യക്തി എംപ്ലോയിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുക, അല്ലെ? നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാലറി കൂട്ടി കൊടുക്കുകയോ കോംപ്ലിമെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എൻജോയ്മെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടൂർ പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് അവരെയൊക്കെ കൊണ്ടുപോവുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ റിവാർഡ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ 4 പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഫോബ്രൺ മോഡലിൽ പറയുന്നത്. These 4 constituent components of HRM are expected to contribute to organizational effectiveness. അതായത് ഒരു സ്ഥാപനം നല്ല ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു പോകുന്നുവെങ്കിൽ, ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ, ഈ 4 ഫംഗ്ഷനുകൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നല്ല എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഫോബ്രൺ മോഡലിൽ എടുത്തു പറയുന്നത്. ക്ലിയർ ആയോ? ഫോബ്രൺ മോഡൽ എന്താണെന്നുള്ളത് ാണോ? ഫോബ്രൺ മോഡലില് ഫങ്ഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യാം. 4 ഫങ്ഷൻസിനെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുക, ആ വ്യക്തിയെ അപ്രൈസ് ചെയ്യുക. അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ, അദ്ദേഹത്തിനെ പ്രചോദിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ കൈകാര്യം ചെയ്ത്
അവരെ കൊണ്ട് മാക്സിമം എഫേർട്ടോടുകൂടി വർക്ക് ചെയ്യിപ്പിക്കുക. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ അറിവും അതേമാതിരി തന്നെ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിന്റെ റിവാർഡ്സ് അവർക്ക് ഇച്ചിരി കൂടി നല്ല ഒരു എനർജറ്റിക് ആയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിവാർഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഓർഗനൈസേഷന് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കോബ്ര മോഡലിൽ എടുത്തു പറയുന്നത്. ണോ ക്ലിയർ അല്ലേ? ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ തമ്പയക്കുമ്പോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് വളരെ ചുരുങ്ങിയ തമ്പേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ടീച്ചിങ് നോട്ടാണ് ഞങ്ങളുടെ സ്ക്രീനിൽ ഭൂരിഭാഗം കിടക്കുന്നത്. പിന്നെ ഉള്ള ഞങ്ങളുടെ മെസ്സേജ് ആണ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ തമ്പയക്കുന്നതിന് കുഴപ്പമില്ല, അധികം കാണാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാർവാർഡ് മോഡലാണ്. ഹാർവാർഡ് മോഡലിൽ എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നെക്സ്റ്റ് ഒരു മോഡലാണ്. ആ മോഡലിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. One of the most significant and most influential model of HRM, the Harvard model, was initially developed by several experts led by Michael Beer in 1984 at Harvard University. ആ ഒരു ഇയറും അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയത്. ഇത് മോസ്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്, പ്രധാനപ്പെട്ട ഒരു മോഡലാണ്. ആരാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ് അത് ഡെവലപ്പ് ചെയ്തിട്ട്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. 1984 അദ്ദേഹത്തിന്റെ ലീഡർ എന്ന് പറയുന്നത്. അതിലെ ലീഡേഴ്സ് ഒരുപാട് എക്സ്പേർട്സിന്റെ കഴിവോട് കൂടിയിട്ടാണ് ഈ മോഡൽ വികസിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ലീഡറിന്റെ പേരാണ് മിഖായൽ ബിയർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര്, ആ മോഡല് ഏത് ഇയറിലാണ് ഡെവലപ്പ് ചെയ്ത്, ഏത് യൂണിവേഴ്സിറ്റി എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. ദ ഹാർവാർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട 4 സിഗ്നിഫിക്കന്റ് കമ്പോണൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഘടകങ്ങളാണ് ഇദ്ദേഹം ഈ മോഡലിൽ എടുത്തു പറയുന്നത്. അതില് ഫസ്റ്റ് മോഡൽ നോക്കാം. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM outcomes and long-term consequence of the organization is set out to the accomplish. ഈ പറഞ്ഞോണം നമ്മളുടെ റിസൾട്ട്, ഒരു കമ്പനിയുടെ റിസൾട്ട് നേടണമെങ്കിൽ ഈ പറഞ്ഞ കമ്പോണൻസുകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് അതിനെ കൈകാര്യം ചെയ്ത് പോയാലാണ് എന്താണ് നമ്മളുടെ ഔട്ട്കംസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട് അല്ലെ. നമ്മുടെ ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഇന്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അല്ലെ, തീരുമാനങ്ങളൊക്കെ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തിട്ടാണ് ഒരു കമ്പനിയിലെ തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് അല്ലെ. അവർക്ക് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ, ഡിസിഷൻ ഒക്കെ ഉണ്ടാവൂലേ. വെറുതെ കുറെ തൊഴിലാളികൾക്കൊക്കെ സാലറി കൊടുത്തിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കില്ലല്ലോ. അവരെ നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതാണ് ആ ഉള്ളിലുള്ള സിറ്റുവേഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഘടകങ്ങളിൽ പറയുന്നത്. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. ഇതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ആവുമ്പോൾ അതില് ഒരുപാട് വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അതായത് നമുക്കറിയാം തൊഴിലുടമയുണ്ട്, തൊഴിലാളികളുണ്ട്. ഇൻ കേസ് അതിൻ്റെ ഉള്ളില് കമ്പനിയുടെ ഉള്ളിൽ യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ യൂണിയൻ നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേമാതിരി അല്ലെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ഉണ്ടാവും. എല്ലാ ഘടകങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലുടമയും തൊഴിലാളികളും മാനേജ്മെന്റും പറഞ്ഞ മാതിരി യൂണിയൻ നേതാക്കളും എല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാം താല്പര്യങ്ങളും
ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം എംപ്ലോയിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അവർ വർക്ക് ചെയ്യില്ല. എംപ്ലോയർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോഫിറ്റ് ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് കമ്പനിയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ സിറ്റുവേഷൻ ഡിസിഷനൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. പിന്നെ HRM പോളിസീസ് നമുക്കറിയാം ഒരുപാട് നയങ്ങൾ രൂപീകരിക്കും അല്ലെ. നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കണ്ടു റിക്രൂട്ട്മെന്റ് തലം തുടങ്ങി പെർഫോമൻസ് അല്ല അവർ നന്നായിട്ട് പ്രകടന തലം വരേക്കും ഒരുപാട് നടപടികളുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നയങ്ങളുണ്ട്, ഒരുപാട് നയങ്ങളുണ്ട്. ഈ നയങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ. എല്ലാവരുടെയും താല്പര്യത്തിനോട് ചേർന്ന തരത്തിലുള്ള നയങ്ങളായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകണം അല്ലെ. അങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരാളെ അവഗണിക്കാനായിട്ടൊന്നും പാടില്ല. HRM പോളിസിയില് എല്ലാ തരത്തിലുള്ള നയങ്ങളും എല്ലാവർക്കും കൂടി ഗുണകരമായിട്ടുള്ള നയങ്ങൾ ആയിരിക്കണം. പിന്നെ HRM ഔട്ട്കംസ് നമുക്കറിയാം. ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെ റിസൾട്ടുകൾ അവര് നല്ല നോളജും നല്ല കഴിവുകളും ഒറ്റ വ്യക്തികളായിട്ട് മാറ്റിയെടുത്താൽ മാത്രമാണ് നന്നായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ HRM ഔട്ട്കംസ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയുള്ള ഓരോ എംപ്ലോയിക്കും നല്ലൊരു ഔട്ട്കംസ് കാഴ്ചവെക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയിരിക്കണം. ദെൻ അങ്ങനെ വരുമ്പോഴെന്താണ് അത് ലോങ് ടേം കോൺസിക്വൻസ് ദ ഓർഗനൈസേഷൻ സെറ്റ് ഔട്ട്കം ടു അക്കംപ്ലിഷ്. ഇതെല്ലാം തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്യൂച്ചർ അല്ലെ, ഭാവിയിലെ എന്തൊക്കെ കാര്യങ്ങൾ കോമ്പറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുറ്റ യോഗ്യരായ എംപ്ലോയി ആക്കി മാറ്റിയെടുക്കണം അല്ലെ. അങ്ങനെ മാറ്റിയെടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ആ കമ്പനിയിലേക്കുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ 5 മോഡലിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, 5 കമ്പോണൻസിനാണ്. ആ 5 കമ്പോണൻസിൽ എന്തൊക്കെ പെടുന്നുണ്ട്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ് പെടുന്നുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ പരിഗണിക്കുന്നുണ്ട്, പോളിസികൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള പോളിസികളായിരിക്കണം എന്ന് പറയുന്നുണ്ട്, അവരുടെ ഔട്ട്കംസ് അല്ലെ അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഔട്ട്കംസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്യൂച്ചറിനെയും കൂടി ഫേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യോഗ്യരായ വ്യക്തികളാക്കി മാറ്റിയെടുത്തുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയുടേതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ഈ ഒരു മോഡലും ഓക്കെയാണോ? ആ ഒരു മോഡലിലുള്ള 5 കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്യാം. അപ്പൊ നമ്മള് 2 മോഡലുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഫസ്റ്റ് പേജ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഏതൊക്കെ മോഡൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 4 മോഡലുകളാണുള്ളത്. ഓരോ മോഡലിന്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഹവാർഡ് മോഡൽ എന്നാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, then അതിലെ ലീഡർ ആരാണ്, പിന്നെ അതിലെ 5 സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. നമ്മൾ എന്താണ് HRMന്റെ മീനിങ് എന്താണെന്നുള്ളതും കണ്ടേക്കും അല്ലെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആയിരുന്നു? നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആയോ എന്നാണോ, അല്ലെങ്കിൽ ഡൗട്ടുകൾ ഇല്ല എന്നുള്ളതിന്റെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പോയാൽ മതിയോ? ക്ലാസ് ഇങ്ങനെ പോയാൽ മതിയോ? സ്പീഡ് ആയിട്ട് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ പറയാട്ടോ. സ്പീഡ് ഞാൻ ലാംഗ്വേജിൽ സ്പീഡൊക്കെ എന്തെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ടുകളും കൂടി സ്ലോ ചെയ്യണമെന്നൊക്കെ പറയാം. ഓക്കെയാണ് എല്ലാവർക്കും? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ എന്തായാലും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണ്? ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്തോ?
നിങ്ങൾക്ക് ഇത് എന്തായാലും ക്ലാസ് റൂമിൽ ഇത് അയച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണ്. ഒന്ന് രണ്ട് മോഡൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി. അതെ അതെ, നിങ്ങൾക്ക് ഇച്ചിരി കൂടി സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഇതിലേക്ക് ആക്കിയ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, അവരായിട്ട് PR ഉണ്ടാവും, അവരൊക്കെ ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഇനി എന്റെ നെക്സ്റ്റ് ദിവസം തന്നെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെയായിരിക്കും ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി പോരുക. എന്തായാലും നെക്സ്റ്റ് ക്ലാസ് ഇൻഫോം ചെയ്യും. നിങ്ങൾക്ക് ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും, 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ആ ടൈംടേബിളൊക്കെ നിങ്ങൾ സെറ്റ് ആവും. ഏത് ടീച്ചറായിരിക്കും ഇന്ന ദിവസം എന്നൊക്കെയുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓക്കെ ആവും. ഈ ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ചേഞ്ചസ് ആയിരിക്കും. ചിലപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഒന്ന് മാറിക്കയറാനൊക്കെ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഏതൊക്കെ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഒരു വീക്ക് ആകുമ്പോഴേക്കും ഒരു ടൈംടേബിൾ സെറ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഓക്കെ ആയിട്ട് എന്തായിരിക്കും നെക്സ്റ്റ് ഡേ ഏത് മിസ്സായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കുക. ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഞാൻ തന്നെയായിരിക്കും എടുക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും അടുത്ത മിസ്സുമാര് വരിക. വേറെ മിസ് ഉണ്ടെങ്കിൽ ആ മിസ് അടുത്ത ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, താങ്ക് യു. ഈ അൺമ്യൂട്ട് ആക്കിയ സമയത്ത് നിങ്ങൾക്ക് റെസ്പോണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാട്ടോ. ലാസ്റ്റ് ടൈമിൽ ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.